എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈനോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കോട്ടൺ സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ശരിക്കും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. പാത്രത്തിൽ വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 4 കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഓരോ മുട്ട പൊട്ടിച്ചൂറ്റിയതിന് ശേഷം അതിൻ്റെ മഞ്ഞക്കരു നമ്മളൊന്ന് വേർതിരിച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു മുട്ടയുടെ ഒരു മഞ്ഞക്കരു പൊട്ടാതെ തന്നെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ ഈ ഒരു വെള്ളയിലൊരു മഞ്ഞക്കരു കാണാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മഞ്ഞക്കരു മാത്രമായിട്ട് എടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയൊരു തവി ഉപയോഗിച്ച് പതിയെ നമ്മളൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞക്കരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊട്ടും വെള്ളമയൊന്നും ഇല്ലാത്ത വേറൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും ഇതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. അതിൻ്റെ മഞ്ഞക്കരു ഇതുപോലെ തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ 4 മുട്ട പൊട്ടിച്ച് ഊറ്റിയിട്ട് ആ ഒരു മഞ്ഞക്കറി ഞാൻ ഇതിലൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒരു വെള്ളയിൽ ഒട്ടും തന്നെ ഒരു മഞ്ഞക്കരും ഇല്ല. ഇതുപോലെ തന്നെ വേണോട്ടെ നമ്മളൊന്ന് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് ഒരു കപ്പിൻ്റെ അളവിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് വടിച്ച് വേണം നമ്മൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മളൊരു മുട്ടയുടെ വെള്ളയിൽ നിന്ന് ഒരു മഞ്ഞ മാത്രമായിട്ട് ഇതുപോലെ വേർതിരിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ്. നമ്മളിതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. പാല് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു പൊടികളാണ്. ആ ഒരു പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഒട്ടും തന്നെ കട്ടകൾ വരാത്ത രീതിയിൽ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിരുന്ന ഒരു മുട്ടയുടെ വെള്ളയാണ്. ഈ ഒരു മുട്ടയുടെ വെള്ള ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് അധികം സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ബീറ്ററിലാണെങ്കിൽ ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒരു 8-9 മിനിറ്റ് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ്. അപ്പോൾ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത ഒരു പഞ്ചസാര മുഴുവനായിട്ട് 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒരു 8 മിനിറ്റോളം ഞാനൊന്ന് ബീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മളൊരു സ്പാച്ചിലോ സ്പൂണോ വെച്ചെടുത്ത് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും ഇത് താഴേക്ക് ഇങ്ങനെ പോകത്തില്ല. ആ ഒരു കറക്റ്റ് പരുവത്തിനാണ് കേട്ടോ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ഇനി ഈ ഒരു മുട്ടയുടെ ഈ ഒരു വെള്ള നമുക്ക് ഈ ഒരു മിക്സിലേക്ക് പതിയെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വളരെ പതിയെ വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഈനോയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കേക്ക് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇതുപോലെ ഒരു മുട്ടയുടെ ഒരു വെള്ളയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതിൽ കുറച്ച് ഒരു മുട്ടയുടെ വെള്ളം പതിപ്പിച്ചത് ഇട്ട് കൊടുത്തിട്ട് പതിയെ വേണം കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആകുകയും വേണം. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ അടിയിൽ നിന്ന് തീർത്ത് പതിയൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആ ഒരു മാവൊക്കെ ചിലപ്പോൾ അടിയിൽ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലോ വളരെ പതിയെ എല്ലാം കൊണ്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു കേക്ക് ടിനാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ മാത്രം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ചൊരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മളൊരു ബാറ്റർ ഫുള്ളായിട്ട് ഒരു കേക്ക് ടിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു മുക്കാൽ ഭാഗമൊക്കെ എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഈ ഒരു കേക്ക് ടിന്നിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കേക്ക് ടിൻ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വലിയൊരു പാത്രത്തിന് ഒരു 1/4 ഭാഗത്തോളം നിൽക്കുന്ന രീതിയിൽ നല്ല ചൂടുവെള്ളം നമുക്ക് ഇതുപോലെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ബാറ്ററിൽ ഒരിക്കലും വീഴരുത്. ഇതുപോലെ സൈഡിൽ കൂടെ പതിയൊന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചും ബേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓവനിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ വാട്ടർ ബാത്ത് കൊടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെ നിങ്ങളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതിക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഓവൻ ഇല്ലാതെ ചെയ്യുന്ന കേക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ആ ഒരു സെയിം രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു കേക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഓവനിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഒരു 155 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഫംഗ്ഷൻ ഏകദേശം ഒരു 80 to 90 മിനിറ്റോളം എടുക്കട്ടെ നമുക്കൊരു കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഏറ്റവും താഴത്തെ റാക്കിലാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഓവനിൽ. പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത് ഓരോ ഓവൻ്റെ അനുസരിച്ച് ചിലപ്പോൾ സമയം കുറച്ച് കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. ഏകദേശം ഒരു 70 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തുറന്നിട്ട് ഒരു സ്റ്റിക്കോ വല്ലതും വെച്ചൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഒരു കേക്ക് ഇതുപോലെ നന്നായിട്ട് ബേക്കായിട്ട് വന്നത് കറക്റ്റ് ഒരു 80 മിനിറ്റ് ആയപ്പോൾ കേട്ടോ. ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കേക്ക് നന്നായിട്ട് ചൂടാറി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് വെളിയിലേക്ക് എടുക്കാവുള്ളൂ. സൈഡൊക്കെ ചെറിയതായിട്ടൊന്ന് വിടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു കേക്ക് ഇതുപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ മുകൾ ഭാഗം കുറച്ചും കൂടി ഒന്ന് താന്ന് വരും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നോളൂ. അതിനുശേഷം ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു ബട്ടർ പേപ്പറൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാവുള്ളൂ. നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടത് പിറ്റേ ദിവസമാണ് കേട്ടോ നിങ്ങളിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ജാപ്പനീസ് കോട്ടൺ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോട്ടൺ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.